നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി ഹാളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാറ്റഗറിയാണെന്ന് പറയാം. കാരണം വെസ്റ്റേൺ ജ്വല്ലറീസ് ആണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു വെസ്റ്റേൺ ജ്വല്ലറി ഹാള് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. അപ്പോൾ ഇന്ന് കാണിക്കുന്നതൊക്കെ നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ പറ്റുന്ന ഇയറിങ്സ് ഉണ്ട്, റിങ് ഉണ്ട്. കൂടുതലും നെക്ക് പീസ് ഒക്കെയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ചെയ്യുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട്. കാരണം വാലന്റൈൻസ് ഡേ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ് ഈ കാണിക്കുന്ന ജ്വല്ലറീസ് ഒക്കെ തന്നെ. ഓക്കെ, ഇതിപ്പോൾ റിങ് ആണെങ്കിലും എന്ത് തന്നെയാണേലും കാണിക്കുന്നതൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള ജ്വല്ലറീസ് ആണ്. അപ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സിൽവർ ചെയിൻ ആണ് കേട്ടോ. നല്ല എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ നമ്മളെന്താ പറയുക, ബീഡ്സിൻ്റെ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ചെയിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചെയിൻ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വെസ്റ്റേൺ വെയർ എന്ത് ഡ്രസ്സാണേലും അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗോൾഡ്, റോസ് ഗോൾഡ് ഒന്നും ഇഷ്ടമില്ല, സിൽവർ മാത്രം ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. എനിക്കറിയാം, എനിക്കും പേഴ്സണലി സിൽവർ ജ്വല്ലറി ആണ് കുറേ കൂടി ഞാനും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അടുത്തതൊരു റിങ് ആണ്. അപ്പോൾ ഈ കാണിക്കുന്ന ജ്വല്ലറീസൊക്കെ അത്ര അഫോർഡബിൾ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള സിൽവർ അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ വേരിയേഷൻ ഉണ്ട്, ചിലതൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നല്ല അഫോർഡബിൾ ആണ് എല്ലാം എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം ക്വാളിറ്റി നല്ലതാണ്. ഓക്കെ, പ്യോർ സിൽവർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അടുത്ത ഒരു റിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. പാക്കിംഗ് ഒക്കെ എടുത്ത് പറയണം കേട്ടോ. എല്ലാം വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ദേഹം ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വാ, ഇതൊക്കെ ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റാണ് വാലന്റൈൻസ് ഡേക്ക്. ഇതിലും ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിങ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നോക്കൂ, എന്ത് ക്യൂട്ടാണ്, എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു നല്ലൊരു ഓപ്ഷനായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ റിങ്ങൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോൺ സ്റ്റഡാണ് കേട്ടോ. ഒരു ഇതേ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഓക്കെ, ഇതിൽ വളരെ സേഫായിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിലുണ്ട്. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോൺ. ഞാനിപ്പോൾ ഈ റിങ് കാണിച്ച പോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റോൺ മാത്രമാണ്, പക്ഷേ സ്റ്റോണിനാണ് പ്രൈസ്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. ഓക്കെ, ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ചെവിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് വേറെയാണ്. ഇതാണ് കേട്ടോ. സ്റ്റോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് സൈസ് മനസ്സിലാവും, പക്ഷെ വളരെ കുഞ്ഞാണോ. ഈ ഒരു സൈസ് ഉണ്ടെങ്കിലാണ് ഒന്നറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ട്. ഈ സ്റ്റോണിൻ്റെ ആ ഒരു ഷൈനിങ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു രക്ഷയില്ല പറയാൻ ഇരിക്കാൻ വയ്യ. ഓക്കെ, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ നല്ല രസമായിരിക്കും. ലൈറ്റൊക്കെ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, എന്തായാലും എനിക്കിങ്ങനെയുള്ള
ചെറിയ സിംഗിൾ സ്റ്റോൺ സ്റ്റഡൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അടുത്ത് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആമസോണിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുള്ള ഒരു ചെയിനാണ് കേട്ടോ. ചെയിനും കൂട്ടത്തിലൊരു ചെറിയൊരു പെൻഡൻറ്റും വരുന്നുണ്ട്. അതിനെ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതെ, ഇതാണ് നമ്മുടെ ചെയിന്. ഓക്കെ, ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡിൽ ഈ ഒരു ബീച്ച് കളർ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് കളേഴ്സ് നമുക്ക് മാറി മാറി ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പെൻഡന്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത്. നമുക്കിതിനെ തിരിച്ചിട്ടാൽ ഈ ഒരു കേട്ടോ ബ്ലാക്ക്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പെൻഡന്റ് മാത്രം മറിച്ചിട്ട് കാണിച്ചേ ഉള്ളൂ. ഫുൾ നമ്മൾ മാല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിടണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതെ കേട്ടോ ബ്ലാക്ക് നല്ല രസമായിരിക്കും. കാരണം വളരെ തിന്നായിട്ടുള്ള ഒരു ചെയിനാണ്. അപ്പോൾ അതിൽ ഈ പെൻഡന്റ് മാത്രമേ നമ്മളിങ്ങനെ പെട്ടെന്ന് ദൂരം നിന്നൊക്കെ കാണുമ്പോൾ പെൻഡന്റ് മാത്രമേ എടുത്ത് കാണുള്ളൂ. ഇതൊക്കെ ചെയിൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്. വെസ്റ്റേൺ വെയറിനൊപ്പം അടിപൊളിയായിരിക്കും. അടുത്തത് ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് ഐറ്റമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നെക്ക് പീസാണ്. പക്ഷേ ഇതിൻ്റെ അൺബോക്സിങ് ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കണ്ടില്ലേ, ചെറിയൊരു ഗിഫ്റ്റ് വലിയ ബോക്സിൽ കൊടുത്തു വിടുന്ന പോലെ ആയിരുന്നു. ഞാനൊരു 4-5 ബോക്സൊക്കെ തുറന്നിട്ടാണ് അത് നോക്കിയപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു 2-3 പൗച്ചിലൊക്കെ ആയിട്ടാണ് ഇത് വന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഓക്സിഡൈസ്ഡ് സിൽവർ ചെയിനാണ് കേട്ടോ. ഓക്കെ, അതിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബീഡ്സ് വരുന്നുണ്ട് ചെയിനിൽ. പിന്നെ ഈ ഒരു പെൻഡന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ലോട്ടസിൻ്റെ ആ ഒരു താമരമൊട്ടില്ലേ അതിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പെൻഡന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട്. ഈ ഒരു പെൻഡന്റ് ആണ് ഇതിൻ്റെ ഒരു പെൻഡന്റും അതുപോലെ ഈ ഒരു ബ്ലാക്ക് ബീഡ്സും കൂടെ വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഈ വരുന്ന ഇടയ്ക്ക് ഈ ഒരു 2-3 ബീഡ്സേ ഉള്ളൊരു സൈഡിൽ, പക്ഷെ അത് നല്ല ആയിട്ട് ഈ ഒരു ചെയിനിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു താമരമുത്തിൻ്റെ ഷേപ്പിൽ വരുന്ന ഈ ഒരു പെൻഡന്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദൂരേന്ന് കാണുമ്പോൾ കണ്ടില്ലേ നല്ല രസമുണ്ട്. വെസ്റ്റേൺ വെയർ എന്താണേലും എന്തിൻ്റെ കൂടെയാണ് എത്നിക് വെയറിൻ്റെ ഒപ്പവും നന്നായിട്ട് പോകും കേട്ടോ. അങ്ങനെയും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ സൂപ്പർ, ഒന്നും പറയാനില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു വെറൈറ്റി ഡിസൈനായിട്ട് തോന്നി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തായാലും കമൻറ്റ് ചെയ്യുക. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു അല്ലേ ഓരോന്നും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും അതുപോലെ ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.